നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവുണ്ടാകും, ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു ടേണിംഗ് പോയിൻ്റാണ് അത് കഥയായിട്ട് ഞാൻ ഇവിടെ പറയുന്നത്. സ്വാഗതം. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് പറയുന്ന എൻ്റെ ഒരു യൗവനകാലം, യൗവനം എന്നല്ല, മാട്ടൊക്കെ കളിച്ച് നടക്കുന്ന, മിമിക്രിയിൽ മാട്ട കളിക്കുമെന്ന് പറയും. മാട്ടം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു പരിപാടികൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ഒരവസരം തരുമോ എന്നൊക്കെ ചോദിച്ച് 2-3 പേര് കൂടിയൊക്കെ സ്റ്റേജ് കയറി പരിപാടി കഴിക്കുന്ന ആ സമയമാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് വേറെ ആരും വിളിക്കടാ, ചെറിയ പരിപാടി കൊണ്ട് വരുമോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകും. അപ്പോൾ അന്ന് ഞങ്ങൾ മാട്ടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് 4 പേരാണ്. അതിൽ മുഖ്യധാരയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ എഴുത്തുകാരനാണ്, ജിജുമോൻ എന്നുള്ള എഴുത്തുകാരന്. പിന്നെ ഒരു അയർകുന്നത്തിൽ രാജു ഉണ്ടായിരുന്നു, അദ്ദേഹം വിദേശത്തായിരുന്നു. ഞാൻ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രഗത്ഭ നടനും നമുക്കേറെ ഇഷ്ടപ്പെട്ട താരവുമായ ജാഫർ ഇടുക്കി, ഞങ്ങളൊക്കെ ആയിരുന്നു മാട്ട കളിച്ചിരുന്ന സമയം. അപ്പം അങ്ങനെ മാട്ട കളിച്ച് തകൃതിയായിട്ട് ഞങ്ങൾ ഒരുപാട് പരിപാടി ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വിളിച്ച് ഓരോ ഷോ കഴിയുമ്പോഴും ഇവർ കൊള്ളാമല്ലോ, ഇവന്മാർക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പൈസ കുറവാണ്, പക്ഷേ ഞങ്ങൾ ഒരുപാട് ഷോ ഒത്തിരി എടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ സമയത്ത് ജാഫർ ഇടുക്കിയുടെ മാഷ, അതായത് മിമിക്രി ഗുരുവാണ് രാജൻ മാഷ്, ഇടുക്കി രാജൻ മാഷ്. ഞങ്ങൾ പരിപാടി കളിച്ചിങ്ങനെ തിമിർത്ത് കിടക്കുന്ന സമയത്ത് വെള്ളൂർ സ്റ്റേജ് കിട്ടി. ഞങ്ങൾ ക്ഷേത്രത്തിലെ പരിപാടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പം ഇടുക്കി രാജൻ മാഷ് വന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി, കാരണം അന്ന് കൊച്ചിൻ കലാഭവനിലൊക്കെ ആയിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് മാറിയാണ് റഹ്മാനിക്കയുടെ കൂടെയൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പം തന്നെ നല്ല ഇടിമുഴുക്ക ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം വന്നിട്ട് ഞങ്ങളുടെ പരിപാടിക്ക് അദ്ദേഹം മാറിയെന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറയടാ, ഞാൻ ആവശ്യമായിട്ട് വന്നതാണ്, എന്നെയും ജാഫറിനെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ 2 പേരും നാളെ രാവിലെ ജോക്സ് ഇന്ത്യയിൽ വരണം. അതായത് മലേഷ്യ ടൂറിസം എറണാകുളത്താണ്, കലാഭവൻ റഹ്മാനിക്കയുടെ ട്രൂപ്പാണ്, അവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, എന്താ മാഷേ നിങ്ങൾ ചെറിയൊരു അവസരമുണ്ട്, നിങ്ങൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം. കാരണം അദ്ദേഹം പറഞ്ഞത് സമിതിയിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവിടെ ഷിയാസിക്ക് ഉണ്ടായിരുന്നു, ബഷീറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ശിവദാസൻ ബോൾഗാട്ടി, അങ്ങനെ പിന്നെ രാജേഷ് കെ പുതുമന, റഹ്മാനിക്ക, വേറെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടി 2 ദിവസം മുമ്പ് 2 പേരൊന്ന് പിണങ്ങി ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പം പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, അവിടെ കളിക്കാൻ ആർട്ടിസ്റ്റുകൾ വേണം. അപ്പോൾ റഹ്മാനിക്ക പറഞ്ഞത് പുതുമകളായാലും 2 പേരെ കിട്ടിയാൽ കൊള്ളാം, അപ്പം നിങ്ങളുടെ 2 പേരുടെ പേര് ഞാനിവിടെ റഹ്മാനിക്കോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സന്തോഷമായി, പിന്നെന്താ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 10 മണിയൊക്കെ അപ്പം ഓക്സിജൻ്റെ ചെന്നു. റഹ്മാനിക്ക വന്നു, കണ്ടു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ചെയ്യാനുള്ള ഐറ്റങ്ങളുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന അതേ മൂഡിലുള്ള ഐറ്റങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തു, വളരെയേറെ ഇതായി, എല്ലാവരും വളരെ അറ്റാച്ച്മെൻ്റായി. അപ്പോൾ 4 മണിയാകുമ്പോൾ വണ്ടി വിടും, കുളിച്ച് ഫ്രഷായി ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് മയങ്ങൻ്റെയൊക്കെ ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആഗ്രഹം, ഞാൻ ജാഫറിനോട് പറഞ്ഞു, എടാ എനിക്കിടാൻ പഴയ ഷർട്ടാണ്, അതുപോലെ പാൻറ്റ് കുഴൽ പാൻറ്റിൻ്റെ പാൻറ്റാണ്, അതിൽ ചെരുപ്പുണ്ട്, ആ ചെരുപ്പ് പൊട്ടിയിട്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കെട്ടി വെച്ചിരിക്കുക, പ്ലാസ്റ്റിക് ചെരുപ്പാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ കാലിലും താഴോട്ട് ചെരുപ്പ് നോക്കിയൊന്നും ആരും വിലയിരുത്തുന്നു ഒന്നുമില്ല. അപ്പോൾ ഞാനപ്പം പറഞ്ഞു, എടാ എനിക്ക് ഇത് മേടിക്കണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. എറണാകുളം ബ്രോഡ്വേയിൽ ഇതുപോലെ സ്ഥലമുണ്ട്, വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, വില കുറച്ച് കിട്ടും, നീയാൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് അപ്പി പിടിച്ച് ബ്രോഡ്വേ ചെന്ന് ഒരു ചെരുപ്പും ഒരു ചെറിയ ടീഷർട്ട് അതും വാങ്ങി ഞാൻ തിരിച്ചു പോന്നു. കുളിച്ച് ഊണൊക്കെ കഴിഞ്ഞു, ഫ്രഷായിട്ടൊക്കെ ഇരുന്നു. 4 മണിയായപ്പം റഹ്മാനിക്ക് അപ്പോൾ ഒരു ജുബ്ബ തന്നായിരുന്നു, കാരണം വേദിയിൽ ഇടാൻ വേണ്ടി അന്ന് ജുബ്ബ ഇട്ടാണ് പരിപാടി കളിക്കുന്നത്. ജുബ്ബ തന്നു. ആ ജുബ്ബയും പിടിച്ചുകൊണ്ട് ഞാൻ എല്ലാം തേച്ചൊക്കെ റെഡിയാക്കി അതും വെച്ചു. ഞാൻ
4 മണിയായപ്പം വണ്ടിയിലോട്ട് കയറി. വണ്ടിയുടെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ പോയി ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സോപ്പൊട്ടി പോലത്തെ പഴയ ടെമ്പോൾ ട്രാവലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറിയ ഒരു സന്തോഷം, പിന്നെ പ്രഗത്ഭരായ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊപ്പം അവരുടെ കൂടെ നിന്ന് വേദിയിൽ കളിക്കുവാനുള്ള ഒരു അവസരം. ഈ റഹ്മാനിക്കെ പോലുള്ളവരുടെ പരിപാടി കാണാൻ ആയിരങ്ങളാണ് വരുന്നത്, ഷോ കാണാൻ വേണ്ടി വരുന്നത്. അന്ന് ജനം സമുദ്രമായിരിക്കും. അപ്പോൾ അത്രയും ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വലിയ മനസ്സ് എല്ലാം മനസ്സിലിങ്ങനെ നടക്കുക. അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിന് രാജമാഷ് വന്നു, ബാക്കി 1-2 പേര് കയറി. രാജമാഷ് വന്നിട്ട് പറഞ്ഞു, കണ്ണാങ്ങി വന്നേ, എന്നെ റഹ്മാൻ വിളിക്കുന്നു, ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ മാഷ്, നീ വാ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഓഫീസിൽ ചെന്നു. റഹ്മാനിക്ക പറഞ്ഞു, ഇരിക്കണ, ഇരുന്നു. എനിക്ക് പോകണം, അപ്പോൾ നമുക്ക് പോകാം, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തൊക്കെ? അത് 2 ആർട്ടിസ്റ്റുകളാണ് നമ്മളിന്ന് മാറിപ്പോയത്. അതിലെ ഒരാൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരാൾ തിരിച്ചു വന്നപ്പം നിങ്ങൾ 2 പേരിൽ ഒരാളെ മതി എന്നാണ് തീരുമാനം. എല്ലാവർക്കും ഉള്ള പോകാനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. ശരിക്കും എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് രാജൻ്റെ ശിഷ്യനാണല്ലോ ജാഫർ. അപ്പോൾ ജാഫറിനെ നിർത്തിയിട്ട് കണ്ണനെ അടുത്ത പരിപാടി മുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വിളിക്കാം, മതിയോ? അവൻ മതി, സന്തോഷം, മതി, അത് കുഴപ്പമില്ല, അയ്യോ അതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അന്നൊക്കെ പെട്ടി കാസറ്റ് ഉണ്ട്, അത് ഇടുന്നത് VCR അങ്ങനത്തെ പെട്ടി കാസറ്റ്, അതിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് യോക്സിൻ്റെ പേരിൽ. അപ്പോൾ അതിനകത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. നവോദയ സ്റ്റുഡിയോ എറണാകുളത്തുള്ള സ്റ്റുഡിയോ വെച്ചാണ്. അപ്പം അതിനകത്ത് അവസരം ഉണ്ടാകും, വിളിക്കാം, ഞാൻ കാർഡ് ഇടാം എന്ന് പറഞ്ഞു. നമ്മൾ സന്തോഷിക്കുക. അന്നും പറഞ്ഞ് എനിക്ക് എന്നാൽ ശരി നമുക്ക് കാണാം കേട്ടോ, നീ ഇവിടുന്ന് അങ്ങ് വീട്ടിൽ പോലെ പറഞ്ഞാൽ. അതെ, ഇവിടുന്ന് പോവാം, ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ. ഞാനങ്ങനെ വണ്ടി വന്നു. ഞാൻ എൻ്റെ പൊതി എടുത്തതിനകത്ത് എനിക്ക് അവിടുന്ന് ജുബ്ബ തന്നായിരുന്നു, അതിട്ട് വേണം കളിക്കാൻ. ആ ജുബ്ബ ഞാൻ തിരിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ആ പൊതി എടുത്ത് വെച്ചു. അപ്പോഴത്തേന് എല്ലാവരും കയറുന്ന കൊടുത്ത് ജാഫറിനെ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു, നീ വരുന്നില്ലേ? ഞാൻ പറഞ്ഞു, എടാ ഒരു പ്രശ്നമുണ്ട്, 2 പേരിൽ ഒരാൾ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞു, നീ പൊക്കോ പറഞ്ഞു. അതങ്ങനെ ശരിയാകുന്നു, നമ്മൾ ഒരുമിച്ച് വന്നിട്ട് നീലെന്ന് പറഞ്ഞ് അങ്ങനെ. ഞാൻ പറഞ്ഞു, അത് ഇക്ക പറഞ്ഞു ഒരാൾ മതി എന്നാണ് പറഞ്ഞത്, നീ പോ, കുഴപ്പമില്ല. അവൾ പറഞ്ഞു, ചേട്ടാ അതൊരു കഷ്ടമായിപ്പോലടാ. ഞാൻ പറഞ്ഞു, ഇല്ലടാ കഷ്ടമൊന്നും അങ്ങനെ തോന്നരുത്. ഇവിടെ ഇത്ര നേരം ഇവരോടൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവസരം വന്നാൽ നിനക്കൂടെ പറയാം, അവനെ വിളിക്കാമെന്ന് പറയാം. പക്ഷേ നീ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടാകത്തില്ല. നീ പോ, പരിപാടി ഗംഭീരമായിട്ട് കളിക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഞാൻ ഒരു ഉമ്മ കൊടുത്തു. എൻ്റെ സ്വഭാവം അങ്ങനെ, ആരെങ്കിലും സ്നേഹിക്കുന്നവർ വന്നാൽ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കും. അങ്ങനെ അന്നേരം അവൻ എന്നോട് ചോദിച്ചു, നിൻ്റെ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരമാണ് എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല എന്നുള്ളത് ഞാൻ അറിയുന്നത്. കാര്യം ഈ പറഞ്ഞ ചെരുപ്പും ഈ ടീഷർട്ടും ഒക്കെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു, പൈസ കുറച്ച് തീർന്നു പോയി, കുറച്ച് ചില്ലറ പൈസ ഉണ്ട് എൻ്റെ. അങ്ങനെ അവന് 20 രൂപ, അന്ന് 11 രൂപ 12 രൂപ കണ്ടുള്ളൂ കോട്ടയം വരെ. പിന്നെ കോട്ടയത്തുനിന്ന് 3 രൂപ കണ്ടു കൊടുത്ത ചങ്ങനാശ്ശേരി. അപ്പം അങ്ങനെ 20 രൂപ തന്ന് ആ പൈസ വാങ്ങി ഞാൻ കൈവച്ചു. എല്ലാവരും വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റഹ്മാനിക്ക ഫ്രണ്ട് ഇരുന്നു, കൈ കാണിച്ചു, പെട്ടിട്ട കണ്ണ, ശരി തൊഴുതു. ജാഫർ കണ്ടു, എല്ലാവരും ടാറ്റ കൊടുത്ത് ഒരു വണ്ടി വിട്ടുപോയി. സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മലേഷ്യ ടൂറിസം 3ാമത്തെ നിലയാണ്, 3 നിലയാണ്. ആ 3 നിലയുടെ ഏറ്റവും മുകളിൽ ഞാൻ നിന്ന് പൊട്ടി കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. കാര്യം മറ്റൊന്നുമില്ല, ആഗ്രഹങ്ങളില്ല നമുക്ക് മനസ്സിൽ. അപ്പോൾ ആ ആഗ്രഹങ്ങൾ പെട്ടെന്ന് കച്ചുടച്ച് പോകുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒറ്റപ്പെട്ടു പോകുക, നമ്മളെ നടുക്കടലിൽ ഇട്ടിച്ച് പോകുന്നൊരു അനുഭൂതിയായിപ്പോയി. അപ്പോൾ അത്രയും നേരം ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ നെയ്ത സ്വപ്നങ്ങളും എനിക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും ഒക്കെ അടർന്നു പോകുന്ന ആ നിമിഷം വല്ലാത്ത നിമിഷമായിപ്പോയി. ഞാൻ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകി തിരിച്ചിറങ്ങി. വളരെ വേദനയോടു കൂടി ഞാൻ ബസ് കയറി.
അങ്ങനെ വേദനയോട് കൂടി ഞാൻ ബസ് കയറി. രാത്രിയോടുകൂടി ഞാൻ വീട്ടിലെത്തി. മനസ്സിലുണ്ടായ വിഷമവും സങ്കടവും ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറി പറ്റുന്ന ആ നിമിഷങ്ങളും ഒക്കെ പോയി തീർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ. പക്ഷേ അതിൻ്റെ ഒന്നൊന്നര രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഒരു ലെറ്റർ വന്നു. ജോക്സ് ഇന്ത്യയുടെ കലാം റഹ്മാനിക്കായിരുന്ന ഒരു ലെറ്റർ വന്നു, ഒരു കാർഡ് വന്നു. ആ കാർഡിൽ അത് എഴുതിയിരിക്കുന്നത് കാസറ്റ് വർക്ക് തുടങ്ങുകയാണ്, അപ്പം അതിനകത്ത് ഇത്രാം തീയതി ഇവിടെ വരണം, മലേഷ്യ ടൂറിസവും വരണം, ഷൂട്ടുണ്ട്. ഒരു ലെറ്റർ ഇട്ടു. ഞാൻ ലെറ്റർ കിട്ടി. ആ പറഞ്ഞ ഡേറ്റിൽ അവിടെ ചെന്നു. എല്ലാവരും കണ്ടു. എല്ലാവർക്കും അത് എനിക്കൊരു ഇതുണ്ട്, കാര്യം വീണ്ടും വിളിച്ചതിൻ്റെ ഇതുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ഒരു ചെറിയ മനസ്സിന് എന്തോ ഒരു ഉണ്ടാവും, എന്തോ വല്ലാഴിക പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനൊന്ന് വീണ്ടും ജുബ്ബ എനിക്ക് തരുന്നു, മേടിച്ചു. റിഹേഴ്സലൊക്കെ നോക്കി. അപ്പം ഞങ്ങൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ശ്രീമൂല നഗരം കാലടി ആ പ്രദേശത്ത്. അപ്പോൾ അന്ന് വണ്ടി കയറി, വണ്ടി വീട്ടിൽ പോയി. അവിടെ ചെന്നു. ഇപ്പോൾ ചെന്ന കൂട്ടത്തിൽ ജാഫറിനോട് പറഞ്ഞു, എടാ ഈ വേദി ഏതാണെന്നറിയാമോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരിക. അന്ന് നിന്നെ കൂട്ടാതെ ഞങ്ങൾ പരിപാടിക്ക് പോയി. ആ പരിപാടി ഇവിടെ വന്നിട്ട് മഴ പെയ്ത് സൗണ്ടിൽ നിന്ന് പ്രശ്നമായിട്ട് പ്രോഗ്രാം മാറ്റി വെച്ചിരുന്നു. എന്തോ വിഷയങ്ങൾ, മഴയാണ് കൂടുതലും പറഞ്ഞത്. ആ പരിപാടി വീണ്ടും ഇന്ന ദിവസം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പം നീ ആദ്യമായിട്ട് ചെയ്യാൻ വന്ന ആ പരിപാടി നീ ആദ്യമായിട്ട് ഈ വേദി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഉണ്ടായ ഒരു ദൈവമേ, ഞാൻ എന്ത് അനുഗ്രഹീതനാണെന്ന് ഞാൻ സത്യത്തിൽ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. പിന്നെ ആ പരിപാടി കഴിഞ്ഞ ശേഷം നിലം തൊടാതുള്ള പ്രോഗ്രാമുകളും റഹ്മാനിക്കയുടെ കൂടെ ഞാൻ 3-3.5 വർഷത്തോളം 4 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ പരിപാടിയായിട്ട് പോയി. കൊച്ചിൻ ജോക്സിൻ്റെ ചെയ്യുന്ന പരിപാടികൾ അന്നുള്ള വലിയ പ്രൊഫഷണൽ ട്രൂപ്പുകൾ വന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഒന്നുമില്ല, ജുബ്ബ ഇട്ടിട്ടുള്ള പരിപാടി, ജനങ്ങളെ ചിരിപ്പിക്കുന്ന ആ പരിപാടി. അത് അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. കണ്ണൻ സാഗർ എന്ന ആൾ പിന്നീടാണ് സാഗറാണ്, കണ്ണൻ ചങ്ങനാശ്ശേരിയായിരുന്നു. അപ്പം അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏടുകളിലൊന്നാണ്. ഞാൻ ചില ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും, മനസ്സിൽ വരും, വന്ന വഴി മറക്കല്ലല്ലോ. അപ്പം അങ്ങനൊരു കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല എപ്പിസോഡുമായിട്ട് ഞാൻ വരും. നമുക്ക് കാണാം. എല്ലാവർക്കും നന്മ നേർന്ന സസ്നേഹം. കണ്ണൻ സാഗർ. ബൈ.